നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നല്ലോണം ഭക്ഷണം കഴിച്ചുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അല്ലേ? നമുക്ക് എപ്പോഴും കൺട്രോൾഡ് ആയിട്ടുള്ള ഫുഡ് എടുക്കുക, കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക. 3 നേരവും ഭക്ഷണം കഴിക്കണം, വയറ് നല്ലോണം ഫില്ലാവണം, പക്ഷെ കാലറി ഡെഫിസിറ്റ് ആവണം. ന്യൂട്രിഷൻ ഈക്വലി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള നല്ല ന്യൂട്രിഷൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം തന്നെ ആയിരിക്കുകയും വേണം. അതോടൊപ്പം കാലറി കൂട്ടി വർക്കൗട്ടും ചെയ്യുമ്പോഴാണ് നമുക്ക് വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാം. ഇതല്ലാതെ വേറെ ഏതെങ്കിലും രീതി ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് അട്ടർ നോൺസെൻസ് ആണ്. ആ രീതിയിൽ നിങ്ങളുടെ വെയിറ്റ് കുറയത്തേയില്ല. കാലറി കുറച്ചുകൊണ്ട് ഭക്ഷണം എടുക്കുക, കാലറി കൂട്ടി വർക്കൗട്ട് ചെയ്യുക. കാലറി ബേണിംഗ് അല്ലെങ്കിൽ നമ്മുടെ എനർജി ബേണിംഗ് സംഭവിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഫാറ്റ് ബേണിംഗ് സംഭവിക്കുന്നു, വെയിറ്റ് ലോസ് സംഭവിക്കുന്നു. അത്രയേ ഉള്ളൂ ഇതിൻ്റെ തിയറി. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം നമുക്കൊരു സാലഡാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഉച്ചത്തെ മീലിനെ ഇതുപോലുള്ളൊരു സാലഡുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, നിങ്ങളുടെ ഉച്ചത്തെ ലഞ്ച് എടുത്ത് മാറ്റിയിട്ട് ഈ സാലഡിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു 10 ദിവസം ട്രൈ ചെയ്ത് നോക്കൂ. വേണ്ട, ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കുന്നത് നോക്കി നോക്കൂ. അത്രയ്ക്ക് പ്രോമിസിങ് ആയിട്ടുള്ള, അത്രയ്ക്ക് കാലറി കട്ടിങ് ചെയ്ത് തരുന്ന ഒരു സാലഡ് റെസിപ്പിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി വളരെ കാലറി കുറഞ്ഞിട്ടുള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ തന്നെ നമ്മളൊരു ബൗളിലിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫില്ലിംഗ് തരും. അതോടൊപ്പം സ്കിൻ ഗ്ലോയ്ക്ക് നല്ല പോലെ സഹായിക്കും. കുക്കുംബർ ദിവസേന നിങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കുകയോ സ്മൂത്തിയിൽ ആഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് ദിവസേന കുക്കുംബർ ആഡ് ചെയ്ത് നോക്കൂ. സ്കിൻ ഗ്ലോയ്ക്ക് ഔട്ട്സൈഡ് പുരട്ടുന്ന ഒരു തരം മെഡിസിൻ്റെ ആവശ്യമില്ല. കുക്കുംബർ ധാരാളം മതിയാകും. അത് കഴിച്ചിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത്രയും പിഗ്മെൻറ്റേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുന്നതിന് കുക്കുംബറിന് നല്ലൊരു കഴിവുണ്ട്. സോ ഒബ്വിയസ്ലി നമ്മൾ ആദ്യം എടുക്കുന്ന കാലറി വളരെ കുറഞ്ഞിട്ടുള്ള വേറെ ഏത് വെജിറ്റബിൾ എടുത്താലും ഇതിലും എന്താ പറയുക, ഡയറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വേറൊരു വെജിറ്റബിളിന് കിട്ടില്ല. അത്ര നല്ല ഡയറ്റ് വെജിറ്റബിൾ ആയിട്ടുള്ള നമ്മുടെ കുക്കുംബറാണ് ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഫില്ലിംഗ് തരുന്നതിന് വേണ്ടി എത്ര ക്വാണ്ടിറ്റി ആണോ സാലഡ് വേണ്ടത് അതിനനുസരിച്ച് കുക്കുംബർ എടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഇത് 2 പേർക്ക് ഉണ്ടാക്കാവുന്ന അത്രയും പോർഷനാണ് ഞാൻ ഉണ്ടാക്കിയത്. 2 പേർക്ക് ലഞ്ചായിട്ട് കഴിക്കാവുന്ന പോർഷനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. ആൻഡ് ഒരു ബിഗ് സൈസ് പോമിഗ്രാനൈറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പോമിഗ്രാനൈറ്റും ഒത്തിരി ന്യൂട്രിഷൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞത് മൊത്തം കേട്ടോ. 4 വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. 4ലും വാട്ടർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ആൻഡ് നമ്മൾ പറഞ്ഞ പോമിഗ്രാനൈറ്റിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയും വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഉള്ളിലോട്ട് കൊടുക്കുന്നതും എല്ലാ ബ്യൂട്ടി പ്രോഡക്റ്റിൽ നോക്കിയാലും വൈറ്റമിൻ ഇ ടാബ്ലറ്റ് അടങ്ങിയിട്ടുണ്ടാവും. അത് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നതിന് നല്ല പോലെ സഹായിക്കുന്നുണ്ടെന്ന്. അതേപോലെ തന്നെ ഈസി ഡൈജഷൻ പോമിഗ്രാനൈറ്റ് കഴിക്കുമ്പോൾ നമുക്ക് പോസിബിൾ ആവും. കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കുന്നതിന് പോമിഗ്രാനൈറ്റ് നല്ല പോലെ സഹായിക്കും. വൈറ്റമിൻ കെയും വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട്. ഒത്തിരി വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. നമ്മളെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ, സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ, ഹെയറിൻ്റെ ഫോളിക്സിൽ ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ ഒക്കെ കൊടുക്കുന്നതിന് പോമിഗ്രാനൈറ്റ് നല്ല പോലെ സഹായിക്കും. അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ആപ്പിളാണ്. ആപ്പിളിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. ഞാൻ മുൻപേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ആപ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 45 കാലറിയാണ് നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുന്നത്. ഒരു നല്ല ഫില്ലിംഗ് തരുന്നതിന് ഒരു ആപ്പിൾ ധാരാളം മതിയാവും. അപ്പോൾ ഈ മിക്സ്ചർ എടുക്കുമ്പോൾ എത്രത്തോളം ഫില്ലിംഗ് നമുക്ക് കിട്ടും എന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു ഐറ്റം എന്ന് പറയുന്നത് ആപ്പിളാണ്. ഇനി തൈറോയിഡ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ പറയുന്ന ക്യാബേജിനെ നിങ്ങൾക്ക് വേണ്ടെന്ന് വയ്ക്കാം. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ക്യാരറ്റോ അല്ലെങ്കിൽ ക്യാപ്സിക്കമോ ഏതെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ പയറ് പോലെ കിട്ടുന്ന ഗ്രീൻ ബീൻസ് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് ചെറുതായി നുറുക്കിയതിന് ശേഷം അത് ആഡ് ചെയ്യുവാണെങ്കിലും വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഗ്രീൻ ബീൻസ് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഒന്ന് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുവാണെങ്കിലും ടേസ്റ്റ് ഡബിൾ ആയിരിക്കും. ഗ്രീൻ ബീൻസ് ദിവസേന കഴിക്കുവാണെങ്കിൽ ഒത്തിരി ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ ഗ്രീൻ ബീൻസ് എന്ന് പറയുന്നത് നമുക്ക് യങ് ആൻഡ് യൂത്ത്ഫുൾ സ്കിൻ തരുന്നതിന് നല്ല പോലെ സഹായിക്കും. ഒത്തിരി ഫൈബർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈസിലി ഡൈജഷനും പോസിബിൾ ആവും.
അപ്പോൾ ക്യാബേജിന് വേറൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാബേജാണ്. നിങ്ങൾക്ക് ക്യാബേജ് ഓക്കെ അല്ലെങ്കിൽ ക്യാബേജിനെ റിപ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ക്യാബേജ് എന്ന് പറയുന്നത് ഏറ്റവും കാലറി കുറഞ്ഞ വെജിറ്റബിൾസിൽ ഒന്നാണ്. നമ്മൾ വെറുതെ ഇലവർഗ്ഗങ്ങളിൽ പെടുത്താവുന്ന ഒരു വെജിറ്റബിളാണ് ആക്ച്വലി. കാരണം ലീഫ് പോലെ തന്നെ ഇരിക്കും അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട് വെറുതെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. വെയിറ്റ് കുറയുകയും ചെയ്യും, നല്ലോണം ഫില്ലിംഗ് തരുന്നതിനും സഹായിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു സാലഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ ചൂസ് ചെയ്യേണ്ടത് അതിന് കാലറി കുറവായിരിക്കും, വയറ് നിറയണം. അതാണ് എപ്പോഴും സാലഡ് പ്രിപ്പറേഷൻ. സാലഡാണ് ഒരു മീലായിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സാലഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. അതായത് കാലറി കുറഞ്ഞിരിക്കണം, ന്യൂട്രിഷൻ ഉണ്ടായിരിക്കണം, അതേപോലെ നല്ലൊരു ഫില്ലിംഗ് തരുന്നതുമായിരിക്കണം. ഓക്കെ, ഈ 4 ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, 2 വെജിറ്റബിളാണ്, 2 ഫ്രൂട്ട്സാണ്. ഇത് ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് കുറച്ച് ലെമൺ മിക്സ് ചെയ്തതിന് ശേഷം സോൾട്ട്, പെപ്പർ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റെഡ് ചില്ലിയാണ്. റെഡ് ചില്ലി ഇട്ടിട്ട് ഇവിടെ ചൈനീസ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമുക്കൊരു പിക്കിൾ പോലെ കിട്ടും, ക്യാബേജ് പിക്കിൾ പോലെ. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പറയുന്ന പോലെ റെഡ് ചില്ലിയുടെ സോസാണ്. പക്ഷേ ഇവിടെ സോസല്ല, നമ്മൾ റെഡ് ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് റെഡ് ചില്ലിയാണ്. റെഡ് ചില്ലി നമ്മൾ ഭക്ഷണത്തിലൊക്കെ പാചകം ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ സാലഡിൽ ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? ക്വാണ്ടിറ്റി ഒരുപാട് കൂട്ടി ഭയങ്കര എരിഞ്ഞല്ല കഴിക്കേണ്ടത്. ഒരു പിഞ്ച്, ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി ലിറ്റിൽ ബിറ്റ്. നിങ്ങൾക്ക് ഇതിന് പകരം പെപ്പർ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി റെഡ് ചില്ലി ആഡ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം എന്നുള്ളത് കൊണ്ടാണ് റെഡ് ചില്ലി ആഡ് ചെയ്തത്. ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് സോൾട്ട് കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കഴിച്ച് തുടങ്ങിക്കോളൂ. ഒത്തിരി ടേസ്റ്റിയാണ്, നല്ല ഫില്ലിംഗ് തരും. അതിനൊരു മധുരമുണ്ട്, ഒരു ചെറിയ മധുരമുണ്ട്, ഒരു ക്രഞ്ചിനെസ് ഉണ്ട്, ഒരു പുളിപ്പുണ്ട്, ഒരു എരിവുണ്ട്, ഒരു സോൾട്ടി ടേസ്റ്റ് ഉണ്ട്. ഇനി എന്താണ് വേണ്ടത്? വയറ് നിറയാൻ മാത്രം ഈ ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടമാവും. 101% ഇത് ഇഷ്ടമാവും. ഉച്ചത്തെ ലഞ്ചായിട്ട് ഒറ്റ ദിവസം എടുത്തുകൊണ്ട് വർക്കൗട്ട് 2 നേരം ചെയ്തുകൊണ്ട് ബാക്കി ഡയറ്റ് കൺട്രോൾഡ് ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങളൊന്ന് മാനേജ് ചെയ്ത് നോക്കൂ. എന്നിട്ട് എന്ത് റിസൾട്ടാണ് കിട്ടുന്നത് എന്നുള്ളത് ഇതിൻ്റെ താഴെ കമൻ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. ഐ പ്രോമിസ് യു, ഒരു ദിവസം നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 500 grams റിഡക്ഷൻ ഉണ്ടാവും, പക്ക ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അത് ദിവസേന കുറച്ചധികം ദിവസത്തിലോട്ട് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ പുതിയ ഡയറ്റ് പ്ലാനും വർക്കൗട്ടും ഒക്കെ ആയിട്ട് നമ്മുടെ സീരീസ് ആരംഭിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ സീരീസിന് അത്ര ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് നിങ്ങൾ കാണിച്ചില്ല. അപ്പോൾ ഈ സീരീസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റ് ഇടൂ. നമുക്ക് അടുത്ത സീരീസ് ഉടനെ ചെയ്യാം. ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാൻ 30 minutes വർക്കൗട്ടും 1 hour വർക്കൗട്ടും ആയിട്ടൊക്കെ വന്നു പോയാൽ മതി എങ്കിൽ അങ്ങനെ മതി, അതും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം റീച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങളാണ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ഞാൻ ഡിസൈഡ് ചെയ്തതുകൊണ്ട് മാത്രം നമ്മുടെ ചാനൽ ഒന്നും എവിടെ എത്തൂല. അപ്പം നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ എത്തുള്ളൂ എന്നുള്ള നല്ല ബോധ്യത്തോടു കൂടി നിങ്ങൾക്ക് ഹ്യൂജ് റെസ്പെക്റ്റ് തന്നുകൊണ്ടാണ് കേട്ടോ എല്ലാ വീഡിയോസും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പ്രൈവറ്റ് ക്ലാസ് ഉണ്ട്. പ്രൈവറ്റ് ക്ലാസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. അത് സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട്, സമയത്തിൻ്റെ കാരണങ്ങൾ കൊണ്ടൊക്കെ. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് പോലെ എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്ത് കണ്ടൻറ്റ് വേണം, ഇനി നമുക്ക് സീരീസ് ചെയ്യണോ വേണ്ടേ, എന്താണ് വേണ്ടത് എന്നൊക്കെ ഇതിൻ്റെ താഴെ കമൻ്റ് ഇട്ടോളൂ. അപ്പോൾ ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ ദ സപ്പോർട്ട്, ലവ്, കെയർ ആൻഡ് എവറിഥിങ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ലവ് യു കേട്ടോ. ബൈ.